വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ചൂട് ഇനിയും വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പാലക്കാട് ജില്ലയിലായിരിക്കും ഉയർന്ന താപനില റെക്കോർഡ് ചെയ്യുക. 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനാണ് സാധ്യതയുള്ളത് പാലക്കാട് ജില്ലയിൽ മാത്രം. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ ഇപ്പോഴുള്ളതിന് പോലെ തന്നെ തുടരാനും സാധ്യതയുണ്ട്. പ്രജിത് മോഹനൻ വിവരങ്ങൾ നൽകും. പ്രജിത്ത്, ഇന്നത്തെ കാലാവസ്ഥാ പ്രവചനം എന്തൊക്കെ? പതിവിലും കൂടുതൽ ചൂട് വർദ്ധിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അത് കഴിഞ്ഞ കുറേ നാളുകളായി അസഹനീയമായ രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇന്നും സംസ്ഥാനത്ത് ആ രീതിയിൽ തന്നെ ആയിരിക്കും ചൂട് അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പതിവിലും കൂടുതൽ ചൂട് വിവിധ സംസ്ഥാനങ്ങളിൽ ഈ കാലയളവിൽ രേഖപ്പെടുത്തുന്നുണ്ടെന്നതും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു വേനൽക്കാലം എന്നുള്ളത് സാധാരണഗതിയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ചൂട് അതിൻ്റെ ഇരട്ടി താപനിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു മാർച്ച് അവസാനം ഏപ്രിൽ മാസമൊക്കെ ഉണ്ടായിരുന്ന ചൂട് അത് ജനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ സമാനമായ രീതിയിലുള്ള ചൂട് അനുഭവപ്പെട്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇടവിട്ട് വേനൽ മഴയൊക്കെ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും ഒരു തുടർച്ചയായി കുറേ ദിവസങ്ങളിൽ നിന്ന് പെയ്യുന്ന ഒരു സാഹചര്യം ഇല്ലാത്തതിനാൽ തന്നെ ചൂട് അങ്ങനെ കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും ശാസ്ത്രീയ ഗവേഷണങ്ങൾ പ്രകാരം ഈ ഉഷ്ണതരംഗ ദിനങ്ങൾ പുതിയ കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഉഷ്ണതരംഗം ഉണ്ടാകുന്ന ദിവസങ്ങൾ അത് കൂടുതലായിരിക്കും ഇത്തവണ എന്നുള്ളതാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. എന്തായാലും വലിയ ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ പരമാവധി പുറത്തിറങ്ങാതിരിക്കുന്നതും പുറത്തിറങ്ങുന്നവർ തണലത്ത് ജോലിയെടുക്കാൻ ശ്രദ്ധിക്കുന്നതും തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വാഭാവികമായും പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളാണ്. അവയെല്ലാം ഇത്തവണയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കുക, നേരിട്ട് വെയിലേൽക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിലും അതുണ്ടാക്കുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് രക്ഷ നേടാനുള്ള ഒരു സാഹചര്യമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. അനു. ശരി.